എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരേ മീനിങ് വരുന്ന ഇംഗ്ലീഷ് വേർഡ്സിലെ, അതായത് ഹിയർ, ലിസൺ, രണ്ടും കേൾക്കുക എന്നാണ് മീനിങ്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതുപോലെ സിമിലർ ആയിട്ടുള്ള മീനിങ്സ് ഉള്ള വേർഡ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യത്തെ വേർഡാണ് സീ. സീ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് മീനിങ്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ഇപ്പം എനിക്ക് നിന്നെ കാണാൻ കഴിയും എന്നെങ്ങനെ പറയും? ഐ ക്യാൻ സീ യു. അതായത് എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിന്നെ കാണാൻ കഴിയും, അത്രേ മീൻ ചെയ്യുന്നുള്ളൂ. ഐ ക്യാൻ സീ യു. ഇനി അടുത്ത വേർഡാണ് ലുക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് മീനിങ്. സാധാരണ നമ്മൾ അനങ്ങാത്ത ഒരു വസ്തുവിനെ നോക്കുന്നതിനാണ് നമ്മൾ ലുക്ക് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഭിത്തിയിലൊരു പിക്ചറുണ്ട്. അപ്പം നമുക്ക് പറയേണ്ടത് അവർ പടത്തിൽ നോക്കി ചിരിച്ചു എന്നാണ്. അപ്പോൾ അവർ പടത്തിൽ നോക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? They looked at the picture. They looked at the picture എന്ന് പറഞ്ഞാൽ അവർ പടത്തിൽ നോക്കി എന്നാണ്. ഇനി അവർ പടത്തിൽ നോക്കി ചിരിച്ചു എന്നാണ് പറയേണ്ടത്. They looked at the picture and laughed. They looked at the picture and laughed എന്ന് പറഞ്ഞാൽ അവർ പടത്തിൽ നോക്കി ചിരിച്ചു എന്നാണ്. ലുക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലുക്ഡ്, ലാഫിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ലാഫ്ഡ്. ഇനി അടുത്തതാണ് വാച്ച്. വാച്ച് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് കുറച്ച് നേരത്തേക്ക് ചലിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ നോക്കുക അല്ലെങ്കിൽ കാണുക എന്നുള്ള മീനിങ് ആണ്. സോ നമുക്ക് പറയേണ്ടത്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ സമയവും ഒരു സിനിമ കണ്ട് ചെലവഴിച്ചു എന്ന് പറയണം. നമുക്കറിയാം ചെലവഴിക്കുക എന്ന് പറയുന്നത് സ്പെൻഡ് ആണ്, SPEND. ചെലവഴിച്ചു എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൻഡ്, SPENT ആണ് സ്പെല്ലിങ്. സോ ഇതെങ്ങനെ പറയും? ഐ സ്പെൻഡ് ദ എൻറ്റയർ ആഫ്റ്റർനൂൺ വാച്ചിങ് എ മൂവി. ഐ സ്പെൻഡ് ദ എൻറ്റയർ ആഫ്റ്റർനൂൺ വാച്ചിങ് എ മൂവി. എൻറ്റയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ള മീനിങ് ആണ്. അതായത് ഉച്ച തിരിഞ്ഞ് മുഴുവൻ സമയവും എന്ന് പറയാനാണ് എൻറ്റയർ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞത്. ഐ സ്പെൻഡ് ദ എൻറ്റയർ ആഫ്റ്റർനൂൺ വാച്ചിങ് എ മൂവി. വാച്ചിങ് എ മൂവി എന്ന് പറഞ്ഞാൽ സിനിമ കണ്ട് എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഇനി അടുത്ത സിമിലർ മീനിങ്സ് വരുന്ന 4 വേർഡ്സ് ആണ് സേ, ടെൽ, സ്പീക്ക്, ടോക്ക്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ടെൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് മീനിങ്. അതായത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പം ആ സമയത്ത് നമ്മൾ ടെല്ലാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അതെങ്ങനെ പറയും? ഐ ടോൾഡ് ഹെർ ടു ഗോ ഹോം. ഐ ടോൾഡ് ഹെർ ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു എന്നാണ്. ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോവുക എന്നാണ്. സോ ഇവിടെ ടെൽ യൂസ് ചെയ്യുമ്പം എപ്പോഴും ആരോട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഐ ടോൾഡ് ഹെർ, ഞാൻ അവളോട് പറഞ്ഞു എന്നാണല്ലേ. അപ്പം ഐ ടോൾഡ് ഹെർ ടു ഗോ ഹോം, ഞാൻ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇനി അടുത്തത് സേ. സേ എന്ന് പറഞ്ഞാലും പറയുക എന്നാണ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ഒരു ചിന്ത, ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എന്തിനെക്കുറിച്ചേലും പറയണം. അവിടെ നമ്മൾ സെഡാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ പറയണം, എനിക്ക് സുഖമില്ലെങ്കിൽ അല്ലെങ്കിൽ സുഖം തോന്നുന്നില്ലെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് അവൻ പറഞ്ഞു. ഇതെങ്ങനെ പറയും? ഹി സെഡ് ഐ ഷുഡ് ടേക്ക് റെസ്റ്റ് ഇഫ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഹി സെഡ് ഐ ഷുഡ് ടേക്ക് റെസ്റ്റ് ഇഫ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഹി സെഡ് ഐ ഷുഡ് ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഞാൻ വിശ്രമിക്കണമെന്ന് എന്നാണ്. ഇഫ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ലെങ്കിൽ. സോ ഹി സെഡ് ഐ ഷുഡ് ടേക്ക് റെസ്റ്റ് ഇഫ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. സെയുടെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ്. ഇനി അടുത്തതാണ് സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ് മീനിങ്. സോ നമ്മൾ ഭാഷകളെക്കുറിച്ച് പറയുമ്പോഴും പിന്നെ അതേപോലെ തന്നെ സംഭാഷണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സ്പീക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആരും ഒരക്ഷരം മിണ്ടിയില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? നോ വൺ സ്പോക്ക് എ വേർഡ്. നോ വൺ സ്പോക്ക് എ വേർഡ്. നോ വൺ എന്ന് പറഞ്ഞാൽ ആരും. നോ വൺ സ്പോക്ക് എ വേർഡ് എന്ന് പറഞ്ഞാൽ ആരും ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ്. സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. പിന്നെ നമ്മൾ ഭാഷകളെക്കുറിച്ച് പറയുമ്പോൾ, അതായത് എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി
quite well. I can speak English and Hindi quite well. Quite well എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് പറയാനാണ് I can speak English and Hindi quite well. ഇനി അടുത്തതാണ് ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്ന് തന്നെയാണ് മീനിങ്. സ്പീക്കും ടോക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു സംഭാഷണത്തെക്കുറിച്ച് പറയേണ്ടപ്പം നമ്മൾ ടോക്ക് യൂസ് ചെയ്യും. അതായത് അവർ ഒരുമിച്ചായിരിക്കുമ്പോഴെല്ലാം അവർ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? whenever they are together they talk politics. whenever they are together they talk politics. whenever they are together എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചായിരിക്കുമ്പോഴെല്ലാം എന്നാണ്. they talk politics എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത രണ്ട് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആണ് വോയിസും സൗണ്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരുടെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പം എപ്പോഴും വോയിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് അവളുടെ ശബ്ദം വളരെ മൃദുവായ ശബ്ദം, അല്ലെങ്കിൽ അവൾക്ക് നല്ല മൃദുവായ ശബ്ദമുണ്ട് എന്ന് പറയാൻ ഷീ ഹാസ് എ സോഫ്റ്റ് വോയിസ്. ഷീ ഹാസ് എ സോഫ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല മൃദുവായ ശബ്ദമുണ്ട് എന്നാണ്. ഷീ ഹാസ് എ സോഫ്റ്റ് വോയിസ്. ഇനി അടുത്തത് സൗണ്ടാണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്ന് തന്നെയാണ് മീനിങ്. അതായത് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ശബ്ദങ്ങൾ. ഇപ്പം അലാം അടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നതായിരിക്കാം, വണ്ടി പോകുന്നതായിരിക്കാം. ഇങ്ങനെ ഓരോ ശബ്ദം നമ്മൾ ചെവി കൊണ്ട് കേൾക്കില്ലേ, അതിന് സൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് ദൂരെ നിന്ന് ഒരു മണി അടിക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? They could hear the sound of a bell tolling in the distance. They could hear the sound of a bell tolling in the distance. They could hear the sound of a bell tolling എന്ന് പറഞ്ഞാൽ അവർക്ക് മണിയടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്നാണ്. ടോൾ എന്ന് പറഞ്ഞാൽ മണിയടിക്കൽ എന്നുള്ള മീനിങ് ആണ്. ഇനി ഇൻ ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് വളരെ ദൂരത്തുള്ള ഒരു സ്ഥലമായിരിക്കും, പക്ഷെ അവിടുത്തെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. സോ അതിനാണ് ഇവിടെ പറഞ്ഞത് they could hear the sound of a bell tolling in the distance. അതായത് വളരെ ദൂരെ നിന്ന് മണിയടിക്കുന്ന ഒരു ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്ത വേർഡ്സ് ആണ് ഹിയറും ലിസണും. ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നതിനാണ് ലിസൺ എന്ന് പറയുന്നത്. അതായത് ഞാൻ പാട്ട് കേൾക്കുകയാണ്, അപ്പം ഇവിടെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് ഫുൾ കോൺസെൻട്രേഷനോടുകൂടി ഞാൻ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഐ ആം ലിസ്ണിങ് ടു മ്യൂസിക്. ഞാൻ പാട്ട് കേൾക്കുകയാണ്. ഐ ആം ലിസ്ണിങ് ടു മ്യൂസിക്. ഇനി ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേണമെന്ന് വെച്ച് കേൾക്കുന്നതല്ല, പക്ഷെ നമ്മൾ ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാറുണ്ടല്ലേ. അപ്പം അങ്ങനെ കേൾക്കുക എന്ന് പറയാനാണ് നമ്മൾ ഹിയർ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ വെളിയിലൊരു ശബ്ദം കേട്ടു. I heard a noise outside. I heard a noise outside. ഹിയറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് heard. സോ I heard a noise outside എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലൊരു ശബ്ദം കേട്ടു എന്നാണ്. ഇവിടെ നോയിസ് എന്ന് പറഞ്ഞാലും ശബ്ദം എന്ന് തന്നെയാണ് മീനിങ്. അതായത് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത ശബ്ദങ്ങളിലെ ശബ്ദ കോലാഹലം, ചിലപ്പോൾ ഒരു ശബ്ദമായിരിക്കാം അല്ലെങ്കിൽ കൂട്ടത്തോടെയുള്ള ശബ്ദമായിരിക്കാം, അതിനാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡാണ് കംപ്ലെയിൻ. കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക. അത് വേർബ്, ക്രിയയാണ്. സോ നമുക്ക് ഇങ്ങനെ പറയണം, അവൻ എപ്പോഴും പരാതിപ്പെടുകയാണ്. അതെങ്ങനെ പറയും? ഹീ ഈസ് ഓൾവേസ് കംപ്ലെയിനിങ്. ഹീ ഈസ് ഓൾവേസ് കംപ്ലെയിനിങ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. സോ ഹീ ഈസ് ഓൾവേസ് കംപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പരാതിപ്പെടുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തതാണ് കംപ്ലെയിൻറ്റ്. കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതി, നൗണാണ്. അപ്പം ഞാനൊരു പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് മെയ്ഡ് എ കംപ്ലെയിൻറ്റ്. ഐ ഹാവ് മെയ്ഡ് എ കംപ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മീനിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെയാണ് കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.